ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഫേസ്ബുക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾ കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. ഇവിടെ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കി. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്നും നമ്മൾ മറ്റു സുഹൃത്തുക്കൾക്ക് ആരെങ്കിലും അയച്ചിട്ടുള്ള ഫ്രണ്ട് റിക്വസ്റ്റ് അവർ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കതെങ്ങനെ കണ്ടുപിടിച്ച് ക്യാൻസൽ ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ചെക്ക് ചെയ്യണം നിങ്ങൾ അയച്ചിട്ടുള്ള ഫ്രണ്ട് റിക്വസ്റ്റ് വല്ലതും അക്സെപ്റ്റ് ചെയ്യാതെ ഉണ്ടോ എന്നുള്ളത്. കാരണം ഒരുപാട് ഫ്രണ്ട് റിക്വസ്റ്റ് നിങ്ങൾ സുഹൃത്തുക്കൾക്ക് അയച്ചു, അതിനുശേഷം അവരത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഫേസ്ബുക്ക് നിങ്ങളുടെ അക്കൗണ്ട് ബ്ലാക്ക് ലിസ്റ്റിൽ ആക്കാൻ സാധ്യതയുണ്ട്. അതിനുശേഷം ഒരുപക്ഷെ നിങ്ങളുടെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഫേസ്ബുക്കിൽ ചെക്ക് ചെയ്യുക. ഒരുപാട് ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചത് അവർ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഫ്രണ്ട് റിക്വസ്റ്റ് ക്യാൻസൽ ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ അക്കൗണ്ട് ബ്ലോക്ക് ആകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് ഫേസ്ബുക്കിൽ നമ്മൾ മറ്റു സുഹൃത്തുക്കൾക്ക് അയച്ച ഫ്രണ്ട് റിക്വസ്റ്റ് അവർ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതെങ്ങനെ ക്യാൻസൽ ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം. ഇവിടെ നമുക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ മുകളിലായിട്ട് ഫൈൻഡ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ലഭിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഒന്നും മുകളിലായിട്ട് വ്യൂ സെൻഡ് റിക്വസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫ്രണ്ട് റിക്വസ്റ്റ് സെൻഡ്. നിങ്ങൾ ആർക്കൊക്കെ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടോ അവരുടെ ഒരു ലിസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ താഴെ നിന്ന് നിങ്ങൾക്ക് സീ മോർ റിക്വസ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആർക്കെല്ലാം ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടോ അവർ നിങ്ങളുടെ ഫ്രണ്ട് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇവിടെ നിന്ന് മനസ്സിലാക്കാം. അതിനുശേഷം ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ഫ്രണ്ട് റിക്വസ്റ്റ് സെൻഡ് എന്നുള്ള ഒരു ബട്ടൺ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ക്യാൻസൽ റിക്വസ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് ഈ റിക്വസ്റ്റ് ക്യാൻസൽ ചെയ്യാൻ സാധിക്കും. അതിനുശേഷം വീണ്ടും നിങ്ങൾക്ക് ഈ ഫ്രണ്ട് റിക്വസ്റ്റ് ഇവിടെ നിന്നും സുഹൃത്തിന് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ഫ്രണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ വീണ്ടും ഈ ഫ്രണ്ട് റിക്വസ്റ്റ് സുഹൃത്തിന് പോകുന്നതാണ്. പുതിയതായിട്ട് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നവർ ആദ്യം ചെയ്യുന്നത് അവർക്കറിയാവുന്നവർക്കെല്ലാം ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുക എന്നുള്ളതാണ്. അതിൽ ആരൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നു ആരൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതൊന്നും നോക്കുന്നില്ല. ഇങ്ങനെ ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചുകൊണ്ടിരിക്കും. ഒരു ലിമിറ്റിൽ കൂടുതൽ ഫ്രണ്ട് റിക്വസ്റ്റുകൾ അക്സെപ്റ്റ് ആകാനായിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അക്കൗണ്ട് ഞാൻ പറഞ്ഞതുപോലെ ബ്ലാക്ക് ലിസ്റ്റിലാകും. ഫേസ്ബുക്ക് ബ്ലാക്ക് ലിസ്റ്റിലാകും. അതിനുശേഷം നമ്മളുടെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ ഈ കാണിച്ചു തന്ന പോലെ ഇവിടെ ഒന്ന് നിങ്ങൾക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചിട്ട് അക്സെപ്റ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരുടെ ഫ്രണ്ട് റിക്വസ്റ്റ് നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാൻ സാധിക്കും. ഇത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവരും ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നവരാകാം. എന്നാൽ പലർക്കും ഫേസ്ബുക്കിലെ പല ഫീച്ചറുകളും അറിയത്തില്ല എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചില ടിപ്സുകളും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ കരുതുന്നു. ആദ്യം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ എൻ്റെ കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. ട്രിക്സ് ആൻഡ് ടിപ്സ് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്. നിങ്ങൾക്ക് ആ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോയുമായി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ തീർച്ചയായിട്ടും അതിന് റിപ്ലൈ തരുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്.